ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഓഫ് ബിസിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കുറെ നാളായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് വലുതായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ വന്നേക്കുന്നത്. ഈവനിങ് എന്റെ വീട്ടിലെ പരിപാടി ഉണ്ടാവും. ഈവനിങ് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടില് സാധാരണ ഞാൻ ചെയ്യുന്ന പരിപാടി ഒന്ന് കാണിക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ പോയത് ടാങ്ക് നിറഞ്ഞ് വെള്ളം പോവായിരുന്നു, അത് നിർത്താൻ പോയത്. അങ്ങനെ വിളക്ക് കത്തിക്കും. 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് കത്തിച്ച് വിളക്കിനെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കാനാണ് നിങ്ങളെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഞാൻ വിളക്കിനൊക്കെ ഒരുക്കി വെച്ച് വിളക്കൊക്കെ കത്തിച്ച് ആദ്യമേ എടുത്ത തീപ്പെട്ടി നനവൊക്കെ ആയതുകൊണ്ട് മൊത്തം വട്ടിരിക്കുമായിരുന്നു. അത് കത്തിയില്ല. ശരിക്ക് കുറേ കമ്പൊക്കെ ഒഴിച്ച് കളഞ്ഞ് പിന്നെ പുതിയൊരു തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്ന് കത്തിക്കുമായിരുന്നു. അത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ചന്നത്തെയൊക്കെ കത്തിച്ചു. അതൊക്കെ കഴുത്തി ദൈവത്തിനോട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇനി നമ്മൾ നേരെ നമ്മുടെ പശുവിൻ്റെ എഴുത്തിലോട്ടാണ് പോകുന്നത്. പശുവിൻ്റെ എഴുത്തിൽ പുകയിടും. ഇപ്പം രാത്രി നല്ല മഴ ശല്യമൊക്കെ ആയതുകൊണ്ട് പശുവിന് പുകയിട്ട് കൊടുക്കും. മഴയൊക്കെ ആകുമ്പോൾ നല്ല കൊതുകിൻ്റെ ഒക്കെ ശല്യമുണ്ട്. ഇതേണ്ടേ, ഇതാണ് നമ്മുടെ പശുവിൻ്റെ തൊഴുത്തിൽ. പിന്നെ കുറേ പശുക്കളൊക്കെ ഉണ്ട് എനിക്കിവിടെ. നിങ്ങൾക്ക് അറിയാതായിരിക്കും, എൻ്റെ പ്രൊഫഷനും ഈ ഒരു വെറ്റിനറി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതുങ്ങളോട് ഞാൻ ഒത്തിരി ഇണങ്ങിയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ജേഴ്സിയിൽ ഇനപ്പെട്ട ഒരു പശുവാണ്. അപ്പോൾ നമുക്കിനി നേരെ പുകയിടുന്നതിലോട്ട് കടക്കാം. പിന്നെ പുകയിടാൻ തൊണ്ടൊക്കെ നിരത്തി വെച്ച് ഡീസൽ ഒഴിച്ച് തീപ്പെട്ടി നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ അടുപ്പിൽ നിന്ന് തീയൊക്കെ എടുത്ത് കത്തിച്ച് ഇങ്ങനെ ആളിയൊക്കെ കത്തിച്ച് ഭയങ്കര രസമായിരുന്നു. മണ്ണെണ്ണയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡീസലൊക്കെ ഒഴിച്ചിട്ട് പുകയിടുന്നു. പശുവിന് പുക ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു പുകയൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ തൊണ്ടെല്ലാം നല്ല രീതിയിൽ തീ കനലായി കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങൾ നനഞ്ഞ കച്ചി പോച്ച, ഈ പശുവിന് കൊടുത്ത പോച്ച തന്നെ ബാക്കി ബാലൻസ് വരുന്ന എടുത്ത് മണ്ടയ്ക്കോട്ട് വാരിയിട്ട് കൊടുക്കും. അങ്ങനെ അത് ഇരുന്ന് നീറി കത്തും. പുക സ്മോക്ക് എല്ലാം തൊഴുത്തില്ല. എല്ലാവരും തൊഴുത്തിൽ എന്നാണ് പറയുന്നത്, ഞങ്ങൾ ഇവിടെ എഴുത്തിൽ എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാം എത്തിക്കുള്ളൂ. അപ്പോൾ കൊതുവിൻ്റെ ശല്യം കുറച്ച് കുറയും. ഇവിടെ രണ്ട് പശുക്കുട്ടികളെ വിളക്കുന്നു. രണ്ടല്ല, അതുകൊണ്ട് അവിടെയുണ്ട് ഒരാൾ, ഇതുണ്ട് ഇവിടെ ഈ സൈഡിലും ഉണ്ട് ഒരാൾ. പിന്നെ ഇതിൻ്റെയൊക്കെ വലിയൊരു കുട്ടിയുണ്ട്, ഇതുണ്ട്, അതാണ് കുട്ടി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു കൊച്ചൊരു പശുവാണ്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.